ഫ്രണ്ട്സ്, കൺസ്യൂമേഴ്സ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ നാം അറിയാറുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ തുടങ്ങിയവയിലൊക്കെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടെന്ന് നമുക്കറിയാം. റോഡ് നിർമ്മാണം അല്ലെങ്കിൽ റോഡ് നവീകരണം, ആശുപത്രി നവീകരണം, പാലം നിർമ്മാണം, അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തുകളും അതുപോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്താറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ അറിയാറുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ അറിയിക്കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ഒരു നികുതിദായകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വോട്ടർ എന്ന നിലയിലോ ഇതൊക്കെ നമ്മൾ അറിയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ടോ? ഇല്ല എങ്കിൽ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മരാമത്ത് പ്രവൃത്തികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ പൊതുമരാമത്ത് പണികളുടെ നടത്തിപ്പ് ചട്ടങ്ങൾ 1997 സർക്കാർ കാലാകാലങ്ങളിൽ ഇറക്കുന്ന ഉത്തരവുകളും പിന്തുടരേണ്ടത് ജീവനക്കാരുടെ ഉത്തരവാദിത്തമായി കാണണം. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ പ്രവൃത്തികളിൽ മത്സരം ഉറപ്പുവരുത്താതിരിക്കുക, എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ കൂടുതൽ തുക രേഖപ്പെടുത്തിയ ഏക ടെൻഡർ ചട്ടവിരുദ്ധമായി അംഗീകരിക്കുക, ചെയ്യാൻ പോകുന്ന പണികളുടെ വിശദാംശങ്ങൾ പണിസ്ഥലത്ത് എഴുതി പ്രദർശിപ്പിക്കാതിരിക്കുക എന്നീ നടപടികൾ ചട്ടവിരുദ്ധമാണ്. ഒരിക്കൽ നിർമ്മാണ പ്രവർത്തികൾ അംഗീകരിക്കപ്പെട്ടാൽ ആ നിർമ്മാണ പ്രവർത്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പണി ഏറ്റെടുത്തിട്ടുള്ള കോൺട്രാക്ടർമാർ പണി നടക്കുന്ന സ്ഥലത്ത് എഴുതി പ്രദർശിപ്പിക്കണമെന്ന് കേരള പഞ്ചായത്ത് രാജ് ആക്ട് എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് വർക്ക്സ് റൂൾ സെക്ഷൻ 17 പ്രകാരവും കേരള മുനിസിപ്പാലിറ്റി എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് വർക്ക്സ് റൂൾ 1997 സെക്ഷൻ 17 പ്രകാരവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പണി നടക്കുന്ന സ്ഥലത്ത് എഴുതി പ്രദർശിപ്പിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രവൃത്തിയുടെ പേര്, നടക്കുവാൻ പോകുന്ന പ്രവൃത്തി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ നേരിട്ടാണോ അതോ കോൺട്രാക്ടർ മുഖേനയാണോ നടപ്പാക്കുന്നത്, കരാറുകാരൻ്റെ പേരും മേൽവിലാസവും, ഗുണഭോക്തൃ കമ്മിറ്റി മുഖേനയാണെങ്കിൽ ആ വിവരങ്ങൾ, എസ്റ്റിമേറ്റ് തുകയും നിർമ്മാണ കാലാവധിയും, പ്രവൃത്തി തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതുമായ തീയതികൾ, നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ട സാധനങ്ങളുടെ ഗുണനിലവാരം, വേണ്ട അളവ് തുടങ്ങിയവ വേണം. കൂടാതെ ടെൻഡറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുക എത്രയാണെന്നും കോൺട്രാക്ടർമാർക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുള്ള തുക മുതലായ കാര്യങ്ങൾ എഴുതി നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ടതാണ്. റോഡ് നിർമ്മാണ പ്രവൃത്തികളിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുവാനും നിർമ്മാണ പ്രവൃത്തികളിൽ നിലവാരം ഉറപ്പുവരുത്തുവാനും പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുണഭോക്തൃ കമ്മിറ്റി ഉണ്ടാക്കുവാനും ആ കമ്മിറ്റിയുടെ കൺവീനർ നിർമ്മാണ പ്രവൃത്തികളുടെ മോണിറ്ററിംഗ് നടത്തണമെന്നും നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. സെക്ഷൻ 17(4) പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ, ടെൻഡർ എസ്റ്റിമേറ്റ്, ഡോക്യുമെൻറ്റുകൾ എന്നിവ ഏതൊരാൾക്കും നിശ്ചിത ഫീസ് അടച്ചാൽ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും ഗ്രാമസഭയുടെ അടുത്ത മീറ്റിങ്ങിൽ അവതരിപ്പിക്കുകയും വേണം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാവുന്നില്ലെങ്കിൽ വിവരങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ഈ വീഡിയോയുടെ നിയമപരമായ കാര്യങ്ങൾ തയ്യാറാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി മോഹനാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.